മാത്രമല്ല CA സാറ് ഇനി ഇതിൽ കൂടുതൽ റിസ്ക് എടുക്കില്ല. ദേ ഇപ്പം തന്നെ ചില ഓൺലൈൻ മീഡിയക്കാർ ഒത്തുതീർപ്പിൻ്റെ ചുരുളഴിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ശ്യാം മദ്യപിച്ച കാര്യം അങ്ങനെ പുറത്തായ CA ആ നിമിഷം എഫ്ഐആർ ഇടും. ഈശ്വര, അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ശ്യാമേട്ടനെ ഒന്ന് രക്ഷിക്കേണ്ടേട്ടാ പ്ലീസ്. അതിനു വേണ്ടിയല്ല സോന ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പണം കിട്ടാനൊരു വഴിയുണ്ട്. പക്ഷേ സത്യൻ മനസ്സ് വയ്ക്കണം. നീ ഇപ്പൊ സച്ചി സാറിന്റെ സ്വന്തം ആളല്ലേ സത്യ? ആ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാ അവര് നിന്നെ കാണുന്നേ. നിന്റെ അളിയൻ ഇങ്ങനൊരു അബദ്ധം കാണിച്ച കാര്യമൊക്കെ എന്തായാലും അവരൊക്കെ അറിഞ്ഞു കാണുമല്ലോ. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. അത് ശരിയാവില്ല അമ്മേ. ഞാൻ അവരുടെ കമ്പനിയിൽ ഒരു സ്റ്റാഫ് മാത്രമാ. അതിന്റെ പേരില് ഇത്രയും വലിയൊരു തുകയൊന്നും ചോദിക്കാൻ എനിക്ക് പറ്റില്ല. അതെന്നു മുതലാ സത്യ നീ അവിടുത്തെ വെറും ഒരു സ്റ്റാഫ് മാത്രമായത്? ഓ, എന്തു നിന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന്റെ പേരില് നിന്റെ ഭാര്യ സച്ചി സാറിന്റെ കുടുംബമായിട്ടുള്ള നിന്റെ ബന്ധം അങ്ങ് മുറിച്ചു കളഞ്ഞല്ലേ? എന്റെ പ്രതിഭേ, നീ കാരണം വലിയൊരു സഹായമായി ഇല്ലാതാകാൻ പോകുന്നത്. നിനക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയ ശ്യാമിനെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ മോളെ? നീ സത്യനോട് എന്റെ ഒപ്പം ഒന്ന് വരാൻ പറ. സത്യനെ കാണിച്ച് സച്ചി സാറിന്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചോണ്ടുവരാം. നിന്റെ ഭർത്താവിനെ അവര് തട്ടിയെടുത്ത് കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല. അത് ഞാൻ നോക്കിക്കോളാം. ഒന്ന് സഹായിക്ക് പ്രതിഭ. നീ പറഞ്ഞ സത്യയുടെ അമ്മയോടൊപ്പം പോയി കാശ് വാങ്ങിയിട്ട് വരും. വേണ്ട സോനെ, അങ്ങനൊരു ബാധ്യത സത്യേട്ടന് വേണ്ട. പകരം ഞാനൊരു വഴി പറയാം. എന്റെ സ്വർണം പണയം വെച്ച് 15 ലക്ഷം രൂപ എടുത്തോളൂ. നീ നിന്റെ അച്ഛന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വർണ്ണമല്ലടി. അതിവിടെ ആർക്കും വേണ്ട. ഒരിക്കൽ ഇന്ദ്രനൊരു ആവശ്യം വന്നപ്പോ നിന്റെ അച്ഛൻ പ്രായിക്കൊണ്ട അതിവിടെ കൊണ്ടുവന്ന് തന്നത്. ഇന്ദ്രൻ പിന്നെ അത് കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഇന്ദ്രന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്ത നിന്റെ അച്ഛൻ സത്യന്റെ അളിയന് വേണ്ടി സ്വർണം ചോദിച്ചു എന്നാ ഈ കുടുംബത്തെ നോക്കി ആട്ടുമല്ലോടി. അത്രയ്ക്ക് നാണം കെടാനേ സുശീലയുടെ കുടുംബം ആയിട്ടില്ലടി. അമ്മ ഇങ്ങനെ പറഞ്ഞ ശ്യാമേട്ടന്റെ കേസിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാൻ പറ്റും അമ്മ? പ്രതിഭയുടെ അച്ഛനോട് ഞാൻ ചോദിച്ചോളാം. ആവശ്യക്കാരി ഞങ്ങളായി പോയില്ലേ? ഓ, എനിക്ക് ശ്യാമേട്ടൻ വേറെ വഴിയില്ലാത്തോണ്ടല്ലേ? നിന്റെ ഒരേട്ടനല്ലേ നിന്നെ കൈയൊഴിഞ്ഞുള്ളൂ. അല്ലെങ്കിൽ അവൻ എന്താ ഇതുവരെ നിനക്ക് ചെയ്തിട്ടുള്ളത്? നിന്നെയും നിന്റെ ഭർത്താവിനെ ഇതുവരെ കൈവിടാതെ നോക്കിയത് ഇന്ദ്രനാടി. ഇതിലും നിങ്ങളെ ഇന്ദ്രൻ തന്നെ സഹായിക്കും. കൈവിടല്ലെന്ന് നീ അവനോട് പറ. ഇന്ദ്രേട്ടാ, എന്തെങ്കിലും ചെയ്ത് ഇത്തവണ കൂടി ഞങ്ങളെ ഒന്ന് രക്ഷിക്കും. ശ്യാമേട്ടൻ ജയിലിൽ പോകാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കല്ലേ ഇന്ദ്രേട്ടാ. ഞാൻ ഏട്ടനെ കാല് പിടിക്കും. നീ എന്താ സോനി കാണിക്കുന്നത്? ഞാൻ എല്ലാ വഴിയും നോക്കിക്കൊണ്ടിരിക്കല്ലേ. അവസാന നിമിഷം വരെ നമുക്ക് ശ്രമിച്ചു നോക്കാം സോനെ. എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരുമായിരിക്കും. നീ ഒന്ന് സമാധാനിക്കും സോനെ. അതെ സോനെ, ഇന്ദിരേട്ടന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇന്ദിരേട്ടൻ ചെയ്തിരിക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ വിധിയാണെന്ന് കരുതി സമാധാനിക്കാം. നിന്റെ അളിയൻ കാണിച്ച പോക്കിരിത്തരത്തിനെ അവനൊരു ശിക്ഷ കിട്ടണമെന്നാ ഞാൻ ഇത്ര നേരം ആഗ്രഹിച്ചത്. പക്ഷെ എന്റെ മകളുടെ സങ്കടവും കണ്ണീരും കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിന്റെ അവസ്ഥ അത് തന്നെയാണെന്ന് എനിക്കറിയാം. നീ എന്റെ കൂടെ സച്ചി സാറിന്റെ വീട്ടിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം ഞാൻ വാങ്ങിച്ചു തരാം. എന്താടാ, സത്യനെ പോലെ നിന്നെ ആരെങ്കിലും വിലക്കുന്നുണ്ടോ? ഏട്ടാ, ഏട്ടൻ എന്നും അമ്മ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി ഇതുകൂടി അനുസരിക്കേട്ടാ. ശരി, ഞാൻ അമ്മയോടൊപ്പം വരാം. പക്ഷേ അമ്മ അദ്ദേഹത്തോട് സംസാരിക്കണം. എടാ, നീ അവിടെ വന്നൊന്ന് ഇരുന്നാ മാത്രം മതി ഇന്ദ്ര.
ഒന്നുമില്ലെങ്കിൽ സത്യനേക്കാൾ യോഗ്യൻ നീയാണെന്ന് സച്ചി സാറിന് അറിയാലോ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കും അറിയാം. ആ, നീ റെഡിയാവ്, നമുക്ക് വേഗം ഇറങ്ങാം. പോവല്ലേ? ദാ ഇന്ദ്രേട്ടാ. ആ, എനിക്കത് വേണമെന്നില്ലായിരുന്നു. കഴിക്കിന്ദ്ര. ഇന്ദുമോൾ ഉണ്ടാക്കി കൊണ്ടുവന്നല്ലേ ഇന്ദ്ര, ഒരു ഗ്ലാസ് എടുക്ക്. പണം കടം ചോദിക്കാൻ വന്നതാണെങ്കിലും ഇത് നിന്റെ പെണ്ണ് കാണൽ ചടങ്ങ് കൂടിയാണ് ഇന്ദ്ര. ആന്റി, ആ ആ, ആ, അച്ഛനും കൂടി കൊടുക്കും മോളെ. എനിക്കിപ്പോ വേണ്ട മോളെ. അച്ഛൻ കുറച്ചു മുമ്പ് ചായ കുടിച്ചതല്ലേ ഉള്ളൂ. ഓ ഓ. അതങ്ങ് കൊണ്ടുവച്ചേക്ക്. ശരി അമ്മ. സച്ചി സാറൊന്നും പറഞ്ഞില്ലല്ലോ. അതിന്റെ ടെൻഷനില്ല ഇന്ദ്രൻ. സാറിനോട് വന്ന് ചോദിക്കാൻ ഇവന് നല്ല പടിയുണ്ടായിരുന്നു. ഇത്രയും അടുപ്പമുള്ള ഒരാൾ ഇവിടെ ഉള്ളപ്പോ വേറെ ആരുടെയും മുമ്പിൽ പോയി കൈ നീട്ടേണ്ടെന്ന് ഞാനാ ഇവനോട് പറഞ്ഞത്. വളരെ പെട്ടെന്ന് കൊടുക്കേണ്ടതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. ഇന്ദ്രൻ ഒരു സഹായം ആവശ്യപ്പെട്ടു വന്നത് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. പിന്നെ ഞാൻ ആലോചിച്ചത് ഒരു അശ്രദ്ധയ്ക്ക് കൊടുക്കേണ്ടി വന്ന വിലയെക്കുറിച്ചാ. മദ്യപിച്ച് വണ്ടി ഓടിക്കുക, കൃത്യസമയത്ത് ലൈസൻസ് പുതുക്കാതിരിക്കുക, അതിന് കൊടുക്കേണ്ടി വരുന്ന വില 15 ലക്ഷം. എന്ത് ചെയ്യാനാ സാർ? അനീത്തിയുടെ ഭർത്താവായി പോയില്ലേ, തള്ളിക്കളയാൻ പറ്റുമോ? പണ്ടേ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നവനാ ഇന്ദ്രനെന്ന് സാറിനറിയാലോ. സത്യം ചോദിച്ചാലും സച്ചി സാറ് പണം കൊടുക്കും. പക്ഷെ അവൻ ചോദിക്കാൻ തയ്യാറാവില്ല. ഓ, അവനിപ്പോ ഏറ്റവും വലുത് അവന്റെ ഭാര്യ അവർക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞുവാ. ഇന്ദ്രന് പണം കൊടുത്താ പറഞ്ഞ സമയത്ത് തന്നെ ഇവനത് തിരിച്ചു തരും സാറേ. മാത്രമല്ല ഇതിന്റെ നന്ദി മരണം വരെ സാറിനോടും സാറിന്റെ കുടുംബത്തോടും കാണിക്കുകയും ചെയ്യും.